ചെല്ലുമ്പോൾ തന്നെ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നായകൻ്റെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് ക്യാരക്ടറെല്ലാം സെറ്റ് ചെയ്ത് കോസ്റ്റ്യൂം സഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പറയുന്നത്. ചാനലിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു എന്ന്. ഇതുപോലൊരു സങ്കടം എനിക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഞാൻ അച്ഛനമ്മയൊക്കെ പറഞ്ഞു നമുക്ക് ഈ ഒരു ഫീൽഡ് നിർത്തി. 1 2 3 സ്റ്റാർട്ട്. പഴന്തിരി തന്നെ. അയ്യേ പതുക്കത്തില്ലേ. വെള്ളം കുടിച്ചോ? ചേട്ടന്റെ കുറച്ച് ഫേവറേറ്റ്സ് എനിക്കൊന്നും അറിയത്തില്ല. ഇനി എന്റെ നേരട്ട് എവിടെ പോലെ അവിടുത്തെ ആദ്യത്തെ ബാത്റൂമാണ് അവിടെ നോക്കുന്നത്. എവിടെ നല്ല കക്കൂസ് ഉണ്ടോ അവിടെ ഉണ്ട്. ഞാൻ ട്രെൻഡ്സിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ ആ കഥ പറയും. ഞാൻ പിന്നെ ആ കഥ പറയാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. ചേച്ചിയുടെ വീഡിയോയുടെയും ഇന്റർവ്യൂവിന്റെയും അല്ലെങ്കിൽ എല്ലാത്തിനും താഴെ വരുന്ന കമന്റ്സ് ആണ് എന്തൊരു ഇന്നസെന്റ് ആണ്, എന്തൊരു നിഷ്കളങ്കത്വമാണ് ഈ കുട്ടിക്ക്, എന്തൊരു അല്ലല്ല ചേച്ചി സംസാരിക്കുന്ന കേൾക്കാൻ. അനു ചിരിച്ചാ നമുക്ക് ചിരി വരും, അനു കരഞ്ഞ നമുക്ക് കരച്ചിൽ വരും. അത്രയും നിഷ്കളങ്കത്വമുള്ളൊരു പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. ഈ നിഷ്കളങ്കത്വമായ പെൺകുട്ടിയുടെ കള്ളത്തരമാണ് എനിക്ക് അറിയേണ്ടത്. അതാണ് ഇവനോട് ചോദിക്കണം, അവനോട് ചോദിക്കണം. കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. ചെയ്തൊരു കള്ളത്തരം പറ, നല്ല ഇടിവിട്ട് കള്ളത്തരം. അത് ഞാൻ പറഞ്ഞ കാര്യം വേറൊരാൾ പറഞ്ഞില്ലല്ലോ. ചേട്ടൻ അറിയാത്ത കള്ളത്തരം കാണുമല്ലോ, അതും പറയാം. ചേട്ടൻ അറിയാത്ത കള്ളത്തരം എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് വേണേ ആകാം. നമ്മുടെ ലൈഫ് എന്തൊക്കെ കള്ളത്തരം ചെയ്യുന്നത് ഒരുപാടുണ്ട്. കള്ളത്തരം എപ്പോഴും ഞാൻ കള്ളത്തരം കാണിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ലാസ്റ്റ് കാണിച്ചിട്ട് കള്ളത്തരം എന്താ? അയ്യോ അത് പക്ഷേ അതെന്തും അത് നമുക്ക് എടുത്തോ. കണ്ടോ, ഞാൻ കറക്റ്റ് ആയിട്ടാ ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ശരിയാണല്ലേ. ഞാൻ പറയില്ല, പേടിക്കണ്ട, ഞാൻ പറയില്ല. പോരട്ടെ, എനിക്കവിടെ നടക്കുന്നത്. എനിക്ക് എന്ത് നടക്കും? ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കും. ഇല്ലില്ല, ഏതെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞാൽ മതി. എന്നാ ഏതെങ്കിലും പറ. നീ എനിക്ക് പോയവിടെന്ന് മനുഷ്യ നാണം കെടുത്താൻ വേണ്ടിട്ട് വന്നിരിക്കുന്നു. അല്ല, നമ്മളിപ്പോ പറഞ്ഞില്ലേ മറ്റേ ആൾക്കാര് പറയുന്നുണ്ട് നിഷ്കളങ്കയാണ് മറ്റേതാണെന്നൊക്കെ, അതെല്ലാം പോവും. മൊത്തത്തിൽ പൊളിഞ്ഞു, മൊത്തത്തിൽ കുളമായി പോകില്ല. ഇതെന്താ ചേച്ചി ഇത് ആൾക്കാർ ഇനി അപവാദമാക്കി വിചാരിക്കും. ചേച്ചി പറഞ്ഞു തുടങ്ങി. അല്ല, അത് നമ്മൾ ഉദ്ദേശിച്ചത് മറ്റേ നല്ല നല്ല രീതിയിലാണ്, സെൻസിലാണ്. ശരി, എന്നാ ചേച്ചി വേറെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. കള്ളത്തരം ഒരു ലൊക്കേഷനില് ഇപ്പോഴൊന്നുമല്ല, കുറച്ച് തുമ്മല്. അതാണല്ലേ, അത് ഭയങ്കര വലിയ കള്ളത്തരം. വേണ്ട, അത് പറഞ്ഞ ഇനി വേറെ ലൊക്കേഷനിൽ പോകുമ്പോ അവര് വിചാരിക്കും എന്റെ അഭിനയമാണ്. അന്ന് കൊറോണ വന്ന സമയത്തെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. എനിക്ക് വേറെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർമേന്റെ ഷൂട്ടായിരുന്നു അത്. അപ്പൊ അതിന് പോണം. ഗസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഉണ്ണിമുകുന്ദനായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇവിടെ ഷൂട്ട് എടുക്കുമ്പോൾ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കൊറോണയാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു അടുത്ത്. ഞാൻ കള്ളത്തുമ്മലൊക്കെ തുമ്മി. അങ്ങനെ അവരെന്നെ പേപ്പർ വെച്ചിട്ടാ കൊക്കോ പൗഡർ ഇല്ലേ, കൊക്കോ പൗഡർ ഇല്ലേ എന്റെ പേര്, ചോക്ലേറ്റ് പൗഡർ. ആ ചോക്ലേറ്റ് പൗഡർ അത് ലൂസ് മോഷൻ ആണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. അതിന് തെളിവ് വേണ്ടല്ലോ. അങ്ങനെ അവർ പേടിച്ചെന്നെ അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അവരെനിക്ക് പക്ഷെ എനിക്ക് ഞാൻ ഡോക്ടറിനെ പോയി ചെക്ക് ചെയ്തു ഇല്ലാന്നൊക്കെ പിറ്റേ ദിവസമാണ് ഞാൻ പറഞ്ഞത്. ഷൂട്ടിന് പോയിട്ട് പിറ്റേ ദിവസം. ചേച്ചിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ, അങ്ങനെ അവരെ ചെറുതായിട്ട് സർപ്രൈസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ചേച്ചി എപ്പോഴോ ബസ്സിൽ പർദ്ദയിട്ട് പോയപ്പോൾ അടുത്തിരുന്ന അപ്പൂപ്പൻ ചേച്ചിയുടെ വീഡിയോ ഫോണിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പർദ്ദ പൊക്കി സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൊടുത്ത വേറൊരു സർപ്രൈസ് പറ. ഈ പർദ്ദയിട്ട് പോകുമ്പോ എന്റെ സംസാരം കേൾക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവും എന്തിനാ പർദ്ദയിട്ട് പോകുന്നത്. അതാ ഞാനും ആലോചിക്കുന്നത്. പർദ്ദയിട്ടിട്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഈ വാ തുറക്കും. അവിടെ പോയി തുറന്നു കഴിയുമ്പോ എല്ലാവരും ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ, മറ്റേ അശരീരി പോലെയൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് വരും. എന്റെ സമ്മതം ഞാൻ പറഞ്ഞത് എന്തിനാ പർദ്ദ
പറഞ്ഞിട്ട് എന്തിനെന്ന് അറിഞ്ഞൂടെ? പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു മാളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഷോപ്പിലും കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ഇപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു വശത്ത് പോകുമ്പോൾ എല്ലാവരും നോട്ട് ചെയ്തില്ലേ, ഇത് അനുഭവം ഫോട്ടോ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ എൻ്റെ മൂഡ് ശരിയായിരിക്കത്തില്ല. ഒന്നെങ്കിൽ ഭയങ്കര വിഷമിച്ചാൽ ഭയങ്കര ടയർഡായിരിക്കും. പക്ഷെ അവരൊന്ന് ഫോട്ടോ ഇപ്പം ഞാൻ എക്സാമ്പിൾ ട്രെയിനിൽ കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എന്നും യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണ് ട്രെയിനിലാണ് പോകുന്നത്. എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷൂട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ടയർഡായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷമമായിരിക്കും ഉണ്ടാകും. അപ്പോൾ ഈ പർദ്ദയൊക്കെ ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പർദ്ദ അല്ലെങ്കിൽ നോർമൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആൾ ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. അവർ ഭയങ്കര മൂഡിലായിരിക്കും. അവർക്ക് ആ ഒരു യാത്ര ഒരുപാട് എൻ്റെ കൂടെ ഉള്ള ഒരു യാത്ര അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരിക്കും. പക്ഷെ ആ സമയത്ത് എൻ്റെ മൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂഡ് ഓഫ് ആണെങ്കിൽ എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റത്തില്ലായിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഉപയോഗിക്കും, എപ്പോഴും ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാറിൽ നമ്മൾ വന്നതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പിന്നെ അതൊന്നും അത് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് വീട്ടിൽ എനിക്ക് ഒന്ന് ഉറങ്ങണം. എനിക്ക് മെയിനായിട്ട് എനിക്ക് ഈ യാത്ര ചെയ്യുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത്. അപ്പൊ ഇവരൊക്കെ അടുത്ത് നിന്നിരിക്കുമ്പോൾ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല, അറിയാലോ. അവർ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഭയങ്കര സംസാരിക്കും, ചിരിക്കും, അവരെ ഫാമിലിയുള്ള ഒരു വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ നല്ല മൂഡിലായിരിക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കിടന്ന് ഉറങ്ങാം. ഇപ്പൊ നമ്മൾ പകൽ സമയങ്ങളിലാണ് പോവുകയാണെങ്കിൽ ഒരു 3 പേരാണ് വന്നിരിക്കണമെങ്കിൽ 3 പേർ ഇപ്പം ആർട്ടിസ്റ്റ് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ മര്യാദയ്ക്ക് ഇരിക്കണം. ഇതാണെങ്കിൽ ആ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ആരാണെന്ന് അറിയത്തില്ലല്ലോ, മോളിൽ കയറി കിടന്ന് ഉറങ്ങാം. അങ്ങനെ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ഏത് ഷോപ്പിൽ വേണമെങ്കിൽ ഏത് ഡ്രസ്സ് വേണമെങ്കിലും എടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. പിന്നെ പുറത്ത് പോകുമ്പോൾ ഇറങ്ങുമ്പോൾ വെയിലത്ത് ഒരു സാധാരണ ഒരു പെൺകുട്ടി പോലെയാണ് ഞാൻ എല്ലായിടത്തും. ഇപ്പൊ ബസ്സിലാണെങ്കിൽ ബസ്, ഇപ്പൊ എന്റെ വീട്ടിൽ കാറുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ചേട്ടൻ, ഞാൻ ഡ്രൈവ് ചെയ്തില്ല, ലൈസൻസ് ഇല്ല. അപ്പൊ ചേട്ടൻ വീട്ടിൽ കാണില്ല, ചിലപ്പോൾ അച്ഛൻ വീട്ടിൽ കാണില്ല. എനിക്ക് ഡ്രൈവ് അറിയാമെങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ല. ചെറുതായിട്ടൊക്കെ അറിയാം, ചെറുതായിട്ട് എനിക്കറിയാം. തിരിച്ചു കുറച്ചൊക്കെ ഓടിക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം. സർപ്രൈസ് ആയിരുന്നു. ഇപ്പൊ സത്യം എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽ ഇട്ടിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അവിടെ ചേട്ടൻ അപ്പൊ തന്നെ പറഞ്ഞു നിർത്തുന്നു വണ്ടിയുടെ ഷോറൂമിൽ വെച്ച് ചുമ്മാ കള്ളത്തരം പറയാതെ. ഓക്കെ, എനിക്ക് കാർ ഓടിക്കാറ് നിനക്കറിയില്ല. അച്ഛനും അമ്മയൊന്നും ഇല്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് മറ്റുള്ള മറ്റുള്ളന്നല്ല, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പൊ എന്നെ കുറച്ചും കൂടെ അറിയാം. ഇപ്പം പുറത്തിറങ്ങുമ്പോൾ ഒത്തിരി പേർക്ക് തന്നെ അറിയാം, എല്ലാവർക്കും അറിയാൻ പറ്റും. പ്രായമായവർക്കാണെങ്കിൽ പോലും എല്ലാവർക്കും അറിയുമ്പോൾ ഞാനിപ്പോ ഓട്ടോയിൽ പോവാറുണ്ട്, ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്കൂൾ കുട്ടികളും എല്ലാവരും കാണും. പിന്നെ അവിടെ ഒരു ബഹളവും, പിന്നെ അവിടെ അറിയാലോ നമ്മൾ എന്തിനാണ് വെറുതെ ആൾക്കാരൊക്കെ വരും. അതെ തന്നെ, ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചേട്ടനും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പുറത്തിറങ്ങാൻ വരാറുണ്ടോ? അല്ല, എനിക്ക് ഇഷ്ടമാണ്. അല്ല, എനിക്കെന്താ ഇഷ്ടമില്ലെന്നാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസം ഇവിടെ ലുലു മാളിൽ പോയപ്പോൾ കുറേ ടീം കണ്ണൂരോ കോഴിക്കോട് ഉള്ളവർ ഈ ലുലു മാൾ കാണാൻ വേണ്ടി എന്തോ വന്നതാണെന്ന് തോന്നുന്നു, ട്രിവാൻഡ്രത്ത്. അപ്പോൾ എല്ലാവരും, ഞാൻ നോർമൽ ഡ്രസ്സിലാണ് പോയ അച്ഛനും അമ്മയുടെയൊക്കെ. അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഇവരെല്ലാവരും ഓടി വന്നിട്ട് ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാവരും കൂടെ ഓടി വന്നിട്ടേ ബഹളവും ഭയങ്കര കെട്ടിപ്പിടുത്തും ഭയങ്കര ഉമ്മായിരുന്നു, ഭയങ്കര ബഹളം. അവരെന്നെ നേരിട്ട് കണ്ടു സന്തോഷം. അപ്പൊ അവിടെ നിന്ന് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ബാക്കിയുള്ളവർക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി സെക്യൂരിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനായിട്ട് എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ട് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ വേറെ? ഇപ്പൊ ഈ ബസ്സിലെ ചേട്ടനടുത്ത് ഒരുപാട് പേർക്ക് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാറിലൊക്കെ യാത്ര ചെയ്യും. ഇപ്പൊ ഇവൻ ഡ്രൈവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ ഡ്രൈവ് ചെയ്യണമെങ്കിൽ കാറിൽ ഇങ്ങനെ രാത്രി ഇങ്ങനെ പോകും. ഊബറിലെ ചേട്ടന്മാരുണ്ട്, നമ്മുടെ സൊമാറ്റോ, അങ്ങനെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചിട്ട് പോകുമ്പോഴേ ചേട്ടന്മാർ ഇങ്ങനെ ഓടിച്ചിട്ട് പോവാ. ഞാൻ പെട്ടെന്ന് ക്ലാസ് നിർത്തിട്ട്, ചേട്ടാ ഉറങ്ങുവാണോ? ചേട്ടൻ സ്കൂട്ടർ ഓടിച്ചിട്ട് പോവാ. ചേട്ടാ ഉറങ്ങുവാണോ? ഇല്ല. അപ്പൊ ചേട്ടാ ഈ നേരെ പോകുന്ന ഇങ്ങനെ പോകും. അങ്ങനെയൊക്കെ ഞാൻ സർപ്രൈസ് കൊടുക്കാറുണ്ട്. കാറിൽ പോകുമ്പോ പതുക്കെ പോണ്ടേ എന്ന് ക്ലാസ് എടുത്തിട്ട് കൊടുക്കുക, അങ്ങനെ പറയാറുണ്ട്. പിന്നെ എവിടെയെങ്കിലും ബ്ലോക്കിൽ നിർത്തുമ്പോഴൊക്കെ ചേച്ചിമാരൊക്കെ കൈ കാണിക്കുമ്പോ ക്ലാസ് എടുത്തിട്ട് കൈ കാണിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കൊച്ചു സന്തോഷങ്ങൾ. ബസ്സിൽ ഇരിക്കുമ്പോ, അടുത്തിരിക്കുമ്പോ പെൺകുട്ടികളൊക്കെയാണ് ഇരിക്കണമെങ്കിൽ ഒരു സെറ്റ്, സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്നതാണെങ്കിൽ അടുത്ത് പോയി ഇരിക്കണമെങ്കിൽ മാസ്ക് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ അവിടെ തന്നെ ഓടും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അവർക്ക് ഭയങ്കര സന്തോഷമാണ്.
ജിത്തു ജോസഫ് സാറുമായിട്ട് ഭയങ്കരമായ ഒരു ബന്ധമാണെന്ന് തോന്നുന്നല്ലോ. മമ്മിയൻ മീതോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ സിനിമകളിലൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ? ജിത്തു അങ്കിളാണ് ആദ്യമായിട്ട് എനിക്ക് സിനിമയ്ക്ക് എനിക്ക് അവസരം ഒരുക്കി തരുന്നത് ആദ്യം അൻസാറിക്കയാണ്. അൻസാറിക്ക ജിത്തു അങ്കിളുടെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് സീരിയലിൽ നിന്ന് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്. അങ്ങനെയാണ് ജിത്തു അങ്കിൾ ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ ആയിരുന്നു, എനിക്ക് സ്ഥലം ഓർമ്മയില്ല, കൊച്ചിയിലായിരുന്നു. ഞാൻ 7th നിന്ന് പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് സിനിമ എന്ന് 7th പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് പോയി കാണണമെന്ന് ഇങ്ങനെ അൻസാറിക്ക പറഞ്ഞു. അങ്ങനെ ജിത്തു അങ്കിളിനെ പോയി കണ്ടപ്പോൾ എനിക്ക് ഒരു സീൻ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് അഭിനയിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു റാപ്പ് സോങ് ഉണ്ട്, അപ്പോൾ അത് പഠിച്ചിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിട്ടു. അപ്പം പ്രതീക്ഷയൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോയി. അന്ന് ഞാൻ ഈ പറഞ്ഞത് കണക്ക് നമുക്കങ്ങനെ വേണം എന്നുള്ളൊരു ചിന്ത അന്നൊന്നും എനിക്കില്ല. എനിക്ക് കിട്ടിയേ പറ്റൂ, അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്ത് അങ്ങനെ നടന്നൊരു ഇതില്ലായിരുന്നു എനിക്ക്. പിന്നെ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ സിനിമയ്ക്ക് വിളിക്കുന്നത്. ജിത്തുങ്ങളിലെ വിളിക്കുന്നത് കൺട്രോളറാണ്. മമ്മിയന്മിയാണ് ആദ്യം ചെയ്യുന്ന സിനിമ. അങ്ങനെ ജിത്തുങ്ങളുമായിട്ട് അന്നോട്ടുള്ള പരിചയം. ഞങ്ങൾ അവിടെ നമ്മളൊരു കറക്റ്റ് ഒരു ഫാമിലി പോലെയാണ്. കാരണം നമ്മൾ അവിടുന്ന് ഈ ജിത്തുവങ്ങളും ഫാമിലി ഫുൾ അവിടെയാണ് താമസിച്ചിരുന്നത്, ആ ലൊക്കേഷനിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ രാവിലെ ഒരു 5:30-6 മണിക്ക് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് 10 മണിക്കായിരിക്കും. ഞാൻ തിരിച്ച് അതായത് ഈ ഷൂട്ട് ഫുള്ള് കഴിഞ്ഞ് 22 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു കണ്ടിന്യൂസ്. പീരുമേട് തന്നെയാണ് ഷൂട്ട് ഫുള്ള് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ കരഞ്ഞു, ഭയങ്കര സങ്കടമായിരുന്നു. ആ ഫാമിലി ആയിട്ട് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞ് നമ്മള് കമ്പനിയാണ്, അത്യാവശ്യം നല്ല കമ്പനിയാണ്. ചാക്കോച്ചനൊക്കെ ഭയങ്കര നമ്മൾ ആദ്യമായിട്ട് ചാക്കോച്ചനെ കണ്ട സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇത് കാണുമല്ലോ, സംസാരിക്കാൻ ഒരു പേടി കാണുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെയാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ മൈ ബോസ് എന്ന സിനിമയിൽ ജിത്തുവങ്ങൾ തന്നെയാണ് ക്യാരക്ടർ. ഇനി ഏതെങ്കിലും വരുന്നുണ്ടോ? ഇനിയിപ്പോ ജിത്തുവങ്ങളുടെ അടുത്ത സിനിമയിൽ ഞാൻ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണെന്ന് വിളിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ ശല്യം. നല്ല കാര്യമല്ലേ അത്. അപ്പൊ നമുക്കൊരു ഗെയിമിലോട്ട് പോവാം. ചേച്ചിയുടെ ഭയങ്കര ഫേവറേറ്റ് സാധനം, ചേച്ചിയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താണ്? മധുരെണ്ണാനും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴം, ചേച്ചിയുടെ നാട്ടിൽ അത് വേറെ പൂവമ്പഴമാണോ? പൂവമ്പഴം അങ്ങനെ എന്തൊക്കെ പേരുണ്ട്. ചേച്ചിയുടെ ഞാലിപ്പൂവനോ? ഞാലിപ്പൂവൻ എന്ന് പറയാറുണ്ട്. നമുക്കിവിടെ മധുരെണ്ണം കിട്ടാത്തതുകൊണ്ട് നമ്മൾ റോബസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. റോബസ്റ്റ് വണ്ണം വെക്കില്ല അല്ലേ? വണ്ണം വെക്കില്ല. നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു റോബസ്റ്റിന് വണ്ണം. ഞാൻ ട്രെൻഡ്സിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ ആ കഥ പറയും. ഞാൻ പിന്നെ ആ കഥ പറയാം. അങ്ങനത്തെ ഒരു ടോക്ക് എന്തത് ഇപ്പൊ ഒരു ഐഡിയ കിട്ടി. അല്ലാന്ന് പറഞ്ഞു ഞാൻ പറയും. ഞാൻ മിണ്ടൂല, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പൊ പരിചയപ്പെട്ടതേ നിനക്ക് ഗ്യാസ് ഇല്ല, അർജുനാണ് ഗ്യാസ്. എന്തായാലും നമുക്കൊരു ഐഡിയ കിട്ടി. ഗ്യാസ്, ട്രെൻഡ്സ്, ഡ്രസ് എടുത്തോണ്ട് നിൽക്കുന്നു. ബാക്കി ഞങ്ങൾ പൂരിപ്പിച്ചു. തെറ്റിദ്ധരിക്കും, മറ്റൊന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി വന്നു. ഇഷ്ടപ്പെട്ടു. അപ്പൊ ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മത്സരം. ഒരു 2 മിനിറ്റ് ടൈം ഞാൻ തരും. ഏറ്റവും കൂടുതൽ പഴം ആര് കഴിക്കുന്നു അവര് ജയിച്ചു. ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇവൻ കഴിച്ചത്. അപ്പൊ നമുക്ക് കഴിക്കാം. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഒന്ന് അടുത്തോട്ടൊക്കെ എടുത്ത് വെച്ചോട്ടോ. ഞാൻ ആദ്യം ആവശ്യമുള്ളത് എടുക്ക്. അല്ല, അത് ആവശ്യം ഒന്ന് നിനക്കൊന്ന്, 2. അപ്പൊ നിനക്ക് 2 ഒരുപോലെ വെക്കാം. 1 2 മൊത്തം പഴം 1 2 3 സ്റ്റാർട്ട്. പഴം തന്നെയല്ലേ? അയ്യേ, പഴക്കത്തില്ലേ? ഇത് വലിയ പഴം. പഴത്തിരികൾ വേർതിരിച്ചിടണം. മിക്സ് ആയി പോയാൽ എണ്ണം കൂട്ടത്തില്ല. ചേട്ടൻ 2, ചേച്ചി 3.
അങ്ങനെ നമ്മുടെ 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പറ്റിയോടാ വെള്ളം കുടിച്ചോ? ആരും തട്ടിപ്പറിക്കത്തില്ല. മുടിയിലൊക്കെ പഴം ഇരിക്കുന്നു. തുടച്ചോളാം. ഹലോ അമ്മ, ഇതെന്തുവാ? കഴിഞ്ഞു മോനെ. കഴിയോടാ. അതൊക്കെ കഴിഞ്ഞു. അനു ചേച്ചിയുടെ ആണേ. 1 2 3 4 5 5 പഴം. 2 വീട്ടുകൊണ്ട് 5 പഴം. ഞാൻ 10 കഴിക്കുന്നു സാധാരണ. 1 2 3 4. അപ്പൊ ആരാ ജയിച്ചേ? ആരാ പഴം തിന്നി? പക്ഷെ പഴം കഴിച്ച് എത്ര സമയം റെസ്റ്റ് എടുത്തു അല്ലേ? ഒരു പഴം കൂടെ കഴിക്കേണ്ട സമയം കാരണം എന്താ വെച്ചാൽ എനിക്ക് പണ്ട് മുതലേ ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോ അത് എന്താ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയി കഴിഞ്ഞാലേ ഇവരൊക്കെ കുടിച്ച് തീർക്കുന്ന പോലെ ഞാൻ കുടിച്ച് തീർക്കും. ഓക്കെ, അപ്പൊ എന്തായാലും പഴം കഴിച്ച് ഫസ്റ്റ് നേടി അനുചേച്ചിക്ക് നമ്മൾ കൈയടി മാത്രമേ ഉള്ളൂ, ഗിഫ്റ്റ് ഒന്നും. നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോവാം. നമ്മൾ സോക്കോൾഡ് എപ്പോഴും കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കൈൻഡ് ഓഫ് ലൈക്ക് ഫേവറേറ്റ്സ് ഒക്കെ. ഇപ്പം ചേട്ടന്റെ കുറച്ച് ഫേവറേറ്റ്സ് അറിയാം. നിങ്ങൾ തള്ളി വിട്ട് എന്തായാലും നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, നിങ്ങൾ ഭയങ്കര സൂപ്പറാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ അങ്ങ് എഴുതുക. അപ്പൊ ഞാനിപ്പോ ചേട്ടനെ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ 2 പേരും അത് എഴുതുക, എന്നിട്ട് തിരിച്ചു കാണിക്കാം. നമ്മൾ പോയിന്റ്. അപ്പോൾ 2 പേരും തെറ്റാണെങ്കിൽ പോയിന്റ് പോയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. എന്റെ നല്ല എനിക്ക് അറിയാൻ പറ്റൂ. ഒളിഞ്ഞു നോക്കുന്ന ചേട്ടാ, ഇത്തിരി നീങ്ങിയിരിക്കും. തിരിക്ക്. 26/4/1997. 26/4/1997. ഓക്കെ. ഇനി ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. വേണ്ട കേട്ടോ. പക്ഷെ വേറെ കാര്യമുണ്ട്, നമുക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നേ. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ എന്റേത്. മതി, വർഷമൊന്നും എഴുതണ്ട. അങ്ങോട്ട് കാണിച്ചു കഷ്ടമുണ്ട്. എന്ത് വർഷം എഴുതണ്ട. ഓക്കെ, 24/4/1996 അല്ല 5. ചേച്ചി 5 അല്ലേ? ഓടി പറ്റി അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചിയുടെ ഫേവറേറ്റ് കളർ. അതെല്ലാവർക്കും അറിയാം. ട്രാൻസ്ലേഷനാ. ബ്ലാക്ക് എന്ന് പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായില്ല. ചേട്ടന്റെ ഫേവറേറ്റ് കളർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് തുടച്ചത്? ചേച്ചിയുടെ ഫേവറേറ്റ് ഫിലിമിന്റെ പേരും ചേട്ടന്റെ ഫേവറേറ്റ് ഫിലിമിന്റെ പേരും അറ്റ് എ ടൈം തന്നെ മേളിലും താഴെയായിട്ട് എഴുതിക്കോ. അതെ, അവന്റെ ജീവന്റെ കൊടുത്തിട്ട് ജീവന്റെ സിനിമ അറിഞ്ഞൂടാ. അയ്യോ, ഞാൻ നിറച്ചങ്ങ് എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ ഇനി ആദ്യം ചേട്ടന്റെ കാണിക്കുക. ഓക്കെ, ജീവന്റെ കാണിക്ക. പോയി. നെക്സ്റ്റ് ചേട്ടൻ എഴുതിയിരിക്കുന്നത് നരസിംഹം, ചേച്ചി എഴുതിയിരിക്കുന്നത് മീശമാധവൻ. നരസിംഹത്തിന്റെ സിനിമയാണോ? അപ്പുറത്ത് ഇനി ചേച്ചിയുടെ കാണിച്ചു ഇപ്പുറത്ത് എഴുതല്ലേ? CID മീശമാധവൻ, എന്റേത് CID മൂസ. പക്ഷെ ഇത് പോയി എന്തായാലും പോയി, വെട്ടിപ്പോയി. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം. വൺ തിങ് യു ലൈക്ക് ദ മോസ്റ്റ്. വട്ടെവർ ഫുഡ് ആയിക്കോട്ടെ. എന്നാ ചേച്ചിക്ക് ഇഷ്ടമായിരിക്കും. അയ്യോ അല്ല, അയ്യോ ഇതൊക്കെ എന്തോന്ന് ഞാൻ എഴുതി വെക്കുന്നത്. സ്റ്റാൻഡേർഡ് കൂടി പോയിട്ടോ. പോട്ടെ. തിരിച്ചെഴുത്, എന്ത് കിട്ടിയാലും കഴിച്ചോളൂ. ഇതുകോ ജീവന്റെ അല്ലേ? ഏതോ വെറൈറ്റി ഡിഷിന്റെ പേര് കണ്ടുപിടിക്കുന്നത്. ഞാൻ എഴുതിയത് ഓണസദ്യ. ചോറ്, പുളിശ്ശേരി, ശരിയാ, ബിരിയാണി. ഞവരെന്താ? ചുവന്ന മീൻ. ചുവന്ന മീൻ. അയ്യോ ശരി, അതാ അവന് ഇഷ്ടം, അവന്റെ അമ്മ ഉണ്ടാക്കുന്ന. അടുത്തത്, ചേച്ചിക്ക് ഈ ഒരു സംഭവം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ പറയാനാണെങ്കിൽ ഒരു 3 സാധനം. ഷീ കാൻ ലീവ് വിത്തൗട്ട് ദീസ് 3 തിങ്സ്.
എഴുതിക്കോ. ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. 3 things. അവന്റെ ഞാൻ ഇപ്പൊ എഴുതരാം. ഇത് മാച്ച് ഞാൻ ജയെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും ആൾക്കാർ. എത്ര വേണത്? 3 സാധനം. 4 കുഴപ്പമുണ്ടോ? എഴുതിക്കോ. ഞാൻ എഴുതി കഴിക്കണം. എന്തോന്നത് പൊടി ചോക്കെ മതി, കഷ്ടമുണ്ട്. എന്നെ വേണ്ടി നാട്ടിക്കരുതേ പബ്ലിക്കിന്റെ മുന്നിൽ. നിന്റേത് എന്റേത് എഴുതിയാ? നിന്റേത് എന്റേത്. ആ ഓക്കെ, ചേട്ടന്റെ എന്റേതായിരുന്നു. ഇത് എന്റേത്. സ്നേഹം, പിന്നെ ഫുഡ്. നമുക്ക് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാം. ഞാൻ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറയാം. സത്യമല്ലേ ഇതൊക്കെ? നമുക്ക് കാശില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഫുഡ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, സ്നേഹം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ചേട്ടൻ കാണിക്ക്. എനിക്കിട്ട് നല്ല പണി തരുവാണ്. ഇതിന്റെ ഇടയിൽ കൂടെ ഭയങ്കരമായിട്ട് തരുന്നുണ്ട്. തരാം ഞാൻ. നമുക്ക് ആർക്കും ഇതില്ല ജീവിക്കാൻ പറ്റൂല. അത്രയൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ട് എഴുത്. വിഗ്, ലിപ്സ്റ്റിക്, മൊബൈല്. ഇത് തമാശ സീരിയസ് തന്നെയാണ്. ഞാൻ മേക്കപ്പ് എവിടെ നല്ല കക്കൂസ് ഉണ്ടോ അവിടെ ഉണ്ട്. എവിടെ ശൗചാലയം? ഇത് ആരാ പറയുന്നത്? ഞാൻ തമാശയായിട്ട് അത് എഴുതുമായിരുന്നു. ഇനി അടുത്ത് ജീവന്റെ ജീവൻ, സമാധാനം, സ്നേഹം, പൈസ. സമാധാനം, സന്തോഷം. ചുമ്മാ വീട്ടിൽ ഇരുന്ന പൈസ കിട്ടുമോ? ചൂടാവല്ലേ? എനിക്ക് വിഷമമായി. മറ്റേതൊക്കെ എഴുതി വെച്ചോ. ചേട്ടന്റെ ഫേവറേറ്റ് ആക്ട്രസ് എഴുതിക്കോ. ആക്ട്രസ് എത്ര? എനിക്ക് ഒരെണ്ണം മതി. സതീസല. എന്റേത് എഴുതണം. ഞാൻ എഴുതി. ആരെ കാണിക്കണം ഫസ്റ്റ്? ചേച്ചിയുടെ കാണിക്കേ. മമ്മൂട്ടി, ദിലീപ്, പിന്നെ ഇതാര്? ഈ ജീവനല്ലേട്ടാ, ജഗതി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇവരൊക്കെ ആക്ട്രസ് ആണോ? പിന്നെ ആക്ടർ എന്നല്ലേ പറഞ്ഞേ? നായിക എന്നാണോ പറഞ്ഞേ? സോറിടാ, അത് തിരിച്ചൊക്കെ കണ്ടിട്ടില്ല ചേട്ടാ. ഒളിപ്പിച്ചോ. നായികയാണോ? എന്ത് കാര്യാടാ? ആരെ കാണിക്കണം? ജീവൻ ചേട്ടനെ കാണിക്കേ. അയ്യോ, അനുവിന്റെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലേ. പക്ഷെ നോക്ക്, നിന്റെ മനസ്സ് ഞാൻ അറിഞ്ഞു. എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരണേ അല്ലേ? മറ്റേത് കാണിക്ക്. ഞാൻ പറഞ്ഞു നായികയുടെ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവൂലോ. നിങ്ങൾ ഭയങ്കര ഇതല്ലേ, പറയാൻ അറിയാമായിരിക്കുമല്ലോ. നമുക്ക് കപ്പിൾ ചാലഞ്ച് പറ്റി, ഫ്രണ്ട്ഷിപ്പ് ചാലഞ്ചിലാണെങ്കിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. അപ്പം ഈ ഗെയിം കഴിഞ്ഞു. ചേച്ചി ഭയങ്കര ഒരുപാട് പേര് ചേച്ചിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ചേച്ചി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ കരിയറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെല്ലാവരും ലൈഫിൽ സ്ട്രഗിൾ ചെയ്തൊരു മൊമെന്റ് ഉണ്ടായിരിക്കില്ലേ? അതൊന്നും ചേച്ചി എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല. അല്ല, ഈ ഒരു ഫീൽഡിൽ വരുമ്പോൾ എല്ലാവരും മോശമായിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മളൊരു നിലയിൽ എത്തുമ്പോൾ ആൾക്കാർ നന്നായി കാണുമ്പോൾ കുറച്ച് പേരുടെ ഒരു കണ്ണടി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ സംസാരങ്ങളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും നേടിയപ്പോൾ സ്വന്തമായിട്ട് ഒരു കാറ് മേടിച്ചാൽ, സ്ഥലം മേടിച്ചാൽ, വീട് വെച്ചാൽ, നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ, അച്ഛനും അമ്മയും നല്ല രീതിയിൽ നടന്നാൽ ഒക്കെ ചിലർക്കൊക്കെ ചെറിയ കണ്ണടിയൊക്കെ ഉണ്ട്, പറയാറുണ്ട്. അവൾ വലിയ ആർട്ടിസ്റ്റ്, വലിയ നടി. പിന്നെ കുറച്ച് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, നാട്ടുകാർ. നമുക്ക് എല്ലാവരും നോക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവരാണെങ്കിൽ പോലും പറയാറുണ്ട്. അതെ, കണ്ടാ മിണ്ടില്ല. അത് കണ്ടാ മിണ്ടില്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എൻ്റെ കൂടെ പഠിച്ച ബോയ്സിനെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയത്തില്ല. പഠിച്ച സമയത്ത് അവർക്ക് മിഷീൻ താടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി ഹൈറ്റ് വയ്ക്കുക, വണ്ണം വയ്ക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അവരെ കണ്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആരെങ്കിലും വന്ന് മിണ്ടിയെ മാത്രമേ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാതെ എന്റെ ഈ ഒരു ഫീൽഡിലത്ത് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല സ്നേഹത്തില് നല്ല ഒരു ഫാമിലി ആയിട്ട് പോകുന്നതാണ്. ഇപ്പൊ ഏത് ലൊക്കേഷനിൽ പോയാലും നമ്മളെ അച്ഛനമ്മ ബന്ധുക്കളൊക്കെ എങ്ങനെയാണ് റിലേറ്റീവ്സ്, അതുപോലെയാണ് ഏത് ലൊക്കേഷനിൽ പോയാലും നമ്മളെ കാണുന്നത്. അവരെ കുടുംബത്തിലൊരു അങ്ങനത്തെ പോലെയാണ് കാണുന്നത്. അങ്ങനെ എനിക്ക് ഇതുവരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ചേച്ചി പറഞ്ഞ ഈ കുടുംബത്തിലെ ഒരംഗമായിരുന്നു നമ്മുടെ സുചേട്ടനെ നമ്മൾ എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഓണത്തിന് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് പറയാതെ നമ്മൾ പോയാൽ ഭയങ്കര മോശമായി പോയി അല്ലേ? സ്വന്തം ചേട്ടൻ തന്നെ 6 വർഷമായിട്ട് സ്റ്റാർ മേജിക്ക് പോവാണ്.
അപ്പം അതിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പം ബന്ധുക്കളുണ്ടെങ്കിൽ പോലും അവരെക്കാളും ഏറ്റവും നമ്മളെ വീട്ടിലുള്ള ഒരാളാണ് സുധിച്ചേട്ടനായിരുന്നത്. 1 മാസത്തിൽ 10 ദിവസമൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയുള്ള ചേട്ടന്മാരിൽ ഏറ്റവും ഞങ്ങളുടെ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു വ്യക്തി പുള്ളി തന്നെയാണ്. ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തി. അത് ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. മക്കളെ നല്ലാണ്ട് പുള്ളിക്കാരൻ പേര് പറഞ്ഞിങ്ങനെ വിളിക്കില്ല. എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. പുള്ളി ഉണ്ട്, പുള്ളി സിനിമയുടെ ഷൂട്ടിന് പോയിരിക്കുകയാണെന്നൊക്കെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചേട്ടൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പോലും ഉണ്ട്. പെട്ടെന്ന് വിഷമം വരാറുണ്ട്. പക്ഷെ എന്നാലും ഷൂട്ടിന് പോയിക്കുക, സിനിമയുടെ ഷൂട്ടിന് പോയിക്കുക, അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ചേട്ടൻ്റെ ലൈഫിൽ ഇതുപോലെ ഏതെങ്കിലും സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ആദ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ വരുമ്പോഴാണ് ഈ ബോഡി ഷേമിംഗ് ഒക്കെ തുടങ്ങുന്നത്. ഇപ്പൊ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബോഡി ഷേമിംഗ് ഭയങ്കരമായിട്ട് ഹൈറ്റ്, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ രീതിയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഉള്ള ആൾക്കാർ കളിയാക്കും. അപ്പൊ പിന്നെ പുറത്തുള്ള ആൾക്കാരെ നമ്മളൊന്നും കളിയാക്കുന്ന മാത്രമല്ല നമുക്ക് ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വേസിൽ അങ്ങനെയാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ ഒരു ചാനലിൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങി. അപ്പോൾ അതിന് പൈലറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പൈലറ്റ് ഷൂട്ടിന് അതിന് മുന്നേ അതിൻ്റെ ഡയറക്ടറോ ആരും കണ്ടിട്ടില്ല, പ്രൊഡ്യൂസറോ സ്ക്രിപ്റ്റ് റൈറ്ററോ ആരും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഷൂട്ടിന് ചെന്ന്, ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നു. അപ്പം ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഉണ്ടായിരുന്നൊരു ഹോട്ടലിൽ. അപ്പം ജസ്റ്റ് ചെന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 5 വർഷം ആവുന്നേ ഉള്ളത്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പോയി ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്നപ്പോൾ ഇതിൻ്റെ ഈ പ്രൊഡ്യൂസർ സൈഡ്, ബാക്കി ഇതിൻ്റെ ചാനൽ വൈസിലുള്ള കുറേ ആൾക്കാരൊക്കെ വന്നത് എന്നെ കണ്ടപ്പോൾ അവർ വിചാരിച്ച ആളുടെ അത്ര ഇല്ല. അവർ ക്യാരക്ടറിന് ഇന്നൊരാളെയാണ് അവർ പ്രതീക്ഷിച്ചത്, ഇത്ര ഹൈറ്റൊക്കെ ഉള്ള ഒരാളെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നെ കണ്ടപ്പോൾ അത്രയും മെച്യൂരിറ്റി തോന്നുന്നില്ല എന്നുള്ള രീതി വന്നു. അപ്പോൾ അവർ തന്നെ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റും. അപ്പം എൻ്റെ കൂടെ അച്ഛനുണ്ടായിരുന്നു. അപ്പം അച്ഛനുണ്ടായിരുന്നു. ഞാൻ അച്ഛനടുത്ത് പറഞ്ഞാൽ അച്ഛൻ ഇത് നടക്കും തോന്നുന്നില്ല, നമുക്ക് പോവാം, തിരിച്ച് പോകുന്നതായിരിക്കും നല്ലത്, നമുക്ക് നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, അത് നമ്മൾ വേറെ സംസാരിക്കേണ്ട കാര്യമില്ല, പോവാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ചാനലിൽ വന്നു കഴിഞ്ഞ് ഈ പ്രൊജക്ട് ഹെഡ് സാറുണ്ടായിരുന്നു. സാറ് ചാനലിൽ എല്ലായിടത്തും പറഞ്ഞു, അവൻ്റെ രൂപത്തെ നോക്കണ്ട, നിങ്ങൾ അവൻ ചെയ്യുന്ന വർക്ക്, അവൻ അഭിനയിക്കുന്ന ഇത് മാത്രം ടാലൻറ്റ് നോക്കിയാൽ മതി. അതിൽ പെർഫെക്റ്റ് ആണോ ഇല്ല നോക്കിയാൽ മതി. രൂപത്തിൽ നിങ്ങളിപ്പം ഹൈറ്റ് കുറവുണ്ടെന്നോ അല്ല വേറെ മെച്യൂരിറ്റി തോന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് വിട്, ചെയ്യുന്ന കാര്യം പക്കയാണോ ഇല്ലെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഓക്കെ, കുഴപ്പമില്ല, കറക്റ്റാണ്. പക്ഷേ എനിക്ക് അങ്ങനെ കളിയാക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. ഇപ്പം ഹൈറ്റ് ഉള്ളൊരു നമ്മളിപ്പോൾ സ്റ്റാർ മേജിൽ തന്നെ ഞങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത്. അതെനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് ഇഷ്ടമാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് കളിയാക്കത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഞാൻ പറഞ്ഞ ജീവന്റെ കാര്യം പോലെയാണ് എനിക്ക്. നമുക്കൊരു എന്താ പറയുക, ഒരു ഷൂട്ടിന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട്, ഇപ്പോഴൊന്നും അങ്ങനെ പ്രശ്നമില്ല, ഇപ്പം ഒന്ന് നോക്കാണ്ടാണ് വിളിക്കുന്നത്. നമ്മളെ അറിയാം എൻ്റെ ഹൈറ്റ് എത്രയാണെന്നും പിന്നെ വെയിറ്റ് എത്രയാണെന്നും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മുന്നെയൊക്കെ ഈ ഒരു ഇതിൽ വന്ന സമയത്ത് നമ്മളെ ഫോട്ടോ മാത്രം കണ്ടിട്ട് വിളിക്കുന്നവരാ. നേരിട്ട് വന്ന് നേരിട്ട് കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛനമ്മയൊക്കെ കൂട്ടി പോകുമ്പോൾ ഹൈറ്റ് കുറവാണ്. അപ്പം അറിയില്ലല്ലോ ഹീൽസ് ഒക്കെ ഇട്ടാണ് പോവേണ്ടത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ. ചെല്ലുമ്പോൾ തന്നെ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ പറയുന്നത് വിളിക്കാം, ശരി വിളിക്കും കേട്ടോ, ഇവിടെ നിന്ന് വിളിക്കും. പിന്നെയാണ് ആ കൺട്രോൾ ചേട്ടൻ പറയുന്നത് അത് അനു ഭയങ്കര ഹൈറ്റ് കുറവാണ്, അനുവിന് ആ ക്യാരക്ടർ പറ്റില്ല എന്ന്. അപ്പോൾ ഭയങ്കര വിഷമം. അത് മാത്രമല്ല, ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് സീരിയലൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ, ഈ സീരിയലൊക്കെ തുടങ്ങിയ സമയത്ത് സൂര്യ ചാനലിലാണെങ്കിലും, സൂര്യനെ ഏറ്റവും കൂടുതൽ ഞാൻ കുറ്റം പറയുന്നതല്ല, ഒരുപാട് സീരിയൽ എനിക്ക് വന്ന സമയത്ത് നായകൻ്റെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് ക്യാരക്ടർ എല്ലാം സെറ്റ് ചെയ്ത് കോസ്റ്റ്യൂം സഹിതം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാഫ് സാരി, അങ്ങനെ അവർ പറഞ്ഞ അനുസരിച്ചുള്ള എല്ലാ കോസ്റ്റ്യൂമും എല്ലാം എടുത്ത് വെച്ചിട്ട് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ വിളിക്കുന്നില്ല, ഡേറ്റ് അല്ല ഇനി എന്നാണ് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, വിളിക്കാം ടൈം പറയാമെന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ നിരന്തരം അച്ഛൻ്റെ ഫോൺ മാറി വിളിച്ചപ്പോഴാണ് പറയുന്നത്, പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പറയുന്നത്, ചാനലിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു എന്ന്. ഇതുപോലൊരു സങ്കടം എനിക്ക് ഉണ്ടായിട്ടില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഞാൻ അച്ഛനമ്മയൊക്കെ പറഞ്ഞു നമുക്ക് ഈ ഒരു ഫീൽഡ് നിർത്താം. അത് കുഴപ്പമില്ല ചേച്ചി, ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. ചേച്ചി പറഞ്ഞപ്പോൾ ഞാനും ഇതൊക്കെ തന്നെ ആലോചിച്ചത്. ഇത് നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമം. കൂടെയുള്ള ആൾക്കാർ നമ്മളെ കളിയാക്കുമ്പോൾ ഒരു വിഷമവും ഇല്ല, അത് ഇഷ്ടമാണ്. നമ്മളും തിരിച്ച് കളിയാക്കാറുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ, ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ്. പക്ഷെ പെട്ടെന്ന് ഒരാളെ അവൾക്ക് എന്തോന്നു നമ്മൾ ഹീൽസിട്ടാണ് അതിൻ്റെ പുറത്തേക്കുന്നത്, ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മൾ കൂടെ നിൽക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എല്ലാവരും എല്ലാം തികഞ്ഞവരാണോ?
ഇപ്പൊ എന്തായാലും എല്ലാവർക്കും അറിയാലോ, ഇപ്പൊ അനുമോൾ എന്ന് പറയുന്ന ഒരു ട്രേഡ് മാർക്ക്. ഹൈറ്റ് നന്നായിട്ട് അറിയാം, എല്ലാവർക്കും എന്നെ നന്നായിട്ട് അറിയാം. ഹൈറ്റ് അറിയാം, ചേച്ചിക്ക് ചേച്ചിയുടേതായിട്ടുള്ള ട്രേഡ് മാർക്ക്. ദിലീപേട്ട നമ്മുടെ സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ വെറുതെ തമാശക്ക് ചോദിച്ചതാണ്, ചേട്ടൻ്റെ നായികയായിട്ട് നായികയുള്ള ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഹൈറ്റ് ഒരു പ്രശ്നമാണോ ചേട്ടൻ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. ആര് പറഞ്ഞു ഹൈറ്റ്? എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഇത്രയേ ഉള്ളൂ, എന്നിട്ട് പോലും എനിക്ക് ഇത്രയും ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരു പക്ഷേ എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞിക്കൂനൻ ഇങ്ങനെയുള്ള ക്യാരക്ടറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി അതിനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഒരിക്കലും ഒരു നായികയ്ക്കോ നായകനോ അധികം ഹൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല, അവർ അഭിനയിക്കുന്നതിലാണ് കാര്യം. ഹൈറ്റും വെയിറ്റും ഒന്നും അല്ല, ടാലന്റിലല്ലേ കാര്യം. അപ്പൊ എന്തായാലും ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നതിനും നമുക്ക് കുറേ നല്ല ഫൺ മൊമെന്റ്സ് തന്നതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പൊ നമുക്കിനി വീണ്ടും അടുത്തൊരു ഇന്റർവ്യൂവിൽ കാണാം. ഉറപ്പായിട്ടും. ഓക്കെ.